ഹായ് നമസ്കാരം. ശ്രീ ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് അവരെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒരു ചക്ക ഒന്ന് വൃത്തിയാക്കി ഞങ്ങൾ ചക്ക വറ്റൽ ഉണ്ടാക്കാനുള്ള ഒരു തയ്യാറെടുപ്പാണ്. ഇതെങ്ങനെ ചക്ക വെട്ടി ക്ലിയർ ചെയ്ത് അതിന് മടലും കാര്യങ്ങളൊക്കെ കളഞ്ഞ് ചക്ക വൃത്തിയാക്കിയതിന് ശേഷം അത് എണ്ണയിലിട്ട് വറ്റലുണ്ടാക്കാനുള്ള ഒരു തയ്യാറെടുപ്പാണ്. ഇതൊരു വീഡിയോയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മാത്രം വീഡിയോ കാണാൻ ശ്രമിക്കുക. അതോടൊപ്പം ബെല്ലൈക്കൺ അമർത്തുക. കൂടെ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക. ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇതുപോലെ ചക്ക അതിൻ്റെ ഇത് കളയുന്ന രീതി ഇങ്ങനെയാണ്. പുറം തൊലി മുള്ള് ചെത്തി കളയേണ്ടത് ഇങ്ങനെയാണ്. ഇത് കഴിഞ്ഞിട്ടുള്ള ആണ് രണ്ടായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ചെറിയ ചെറിയ പീസായിട്ട് എളുപ്പം ഇതേപോലെ എടുത്ത് പാത്രത്തിലിടാവുന്നതാണ്. ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അതൊക്കെ. അപ്പോൾ കുറച്ച് മെനക്കിടണം. മെനക്കിട്ടാൽ മാത്രമേ നടക്കുള്ളൂ. ഇങ്ങനെ എടുത്തിട്ടതിന് ശേഷം നമ്മളിനി ഇതിനെ അതിൻ്റെ അകത്തുള്ള ചെറിയ ഇത് എടുത്ത് കളഞ്ഞതിന് ശേഷം നമ്മളിത് ഒരു മാറ്റിയിട്ട് ചെറിയ പീസൊക്കെ അതിനെ അരിഞ്ഞ് ചെറുതാക്കിയ ശേഷം മാത്രമാണ് വറുക്കാൻ ഉപയോഗിക്കുന്നത്. ഇതിലുള്ള ഈ വേസ്റ്റും ഒന്നും അല്ല ഇത് നമുക്ക് വേണമെങ്കിൽ ഇത് വെച്ച് ഈ കാണുന്ന നമ്മളിവിടെ ചവണി എന്ന് പറയും, ഈ വരുന്ന സാധനങ്ങളെല്ലാം ഉപയോഗിച്ച് നല്ല രീതിയിൽ നമുക്ക് ഈ പക്കവട പോലെ എന്തെങ്കിലുമൊക്കെ സ്നാക്സൊക്കെ ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ ഗോബി മഞ്ചൂരിയൊക്കെ ഉണ്ടാക്കുന്നില്ലേ, അതുപോലെ വറുത്തൊക്കെ എടുത്ത് നമുക്ക് ഇതിനകത്ത് മുളകും മസാലയൊക്കെ ചേർത്ത് നല്ല രീതിയിൽ എണ്ണയിൽ വരട്ടി എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും നല്ലൊരു സ്നാക്സ് തന്നെയാണ്. അതും ഇതിൻ്റെ ഒരു ദിവസം ഇതേപോലത്തെ ഒരു വീഡിയോയും ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും. ഇതുപോലെ നുറുക്കി എടുക്കുക. എന്നുവെച്ചാൽ ചെറിയ കഷ്ണങ്ങളാക്കി ചക്ക അരിഞ്ഞെടുക്കുക. വലിയ ഒരു ചുളയെടുത്തിട്ട് അതിനെ ഇത്രയും അരിഞ്ഞ് എടുത്താൽ മാത്രമേ വറുത്തെടുക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുകയുള്ളൂ. അങ്ങനെ ഇതുപോലെ അരിഞ്ഞെടുക്കുക. അരിഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് വറുത്തെടുക്കേണ്ട നമുക്ക് എണ്ണ ചൂടാക്കി ഒരു പാൻ അടുപ്പിൽ വെച്ചതിന് ശേഷം സ്റ്റൗവിൽ വെച്ചതിന് ശേഷം എണ്ണ ഒഴിച്ച് എണ്ണ നല്ല തിളച്ചതിന് ശേഷം കുറേശ്ശെ നമുക്ക് വറുത്തെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇത് ചക്കയുടെ പാടയാണ്. ഇത് ചക്കക്കുരു അത് എടുക്കുമ്പോൾ കിട്ടുന്ന പാടയാണ്. ഇത് ഏതൊരു കാരണവശാലും ഇത് കളയരുതെന്ന് പറഞ്ഞാൽ വേറെ ഒന്നും കൊണ്ടല്ല. ഇത് നമുക്ക് നല്ലതുപോലെ കുറച്ചുകൂടെ ചെറുതാക്കി വേണേൽ അരിഞ്ഞു കഴിഞ്ഞാൽ തോരനോ അല്ലെങ്കിൽ അതേപോലെ മെഴുക്കോ അങ്ങനെയുള്ള എന്ത് വേണം. അതുപോലെ തന്നെ ഇതിനകത്ത് കോൺഫ്ലവർ, മൈദാമാവ്, ഉപ്പുപൊടി, അതുപോലെ തന്നെ കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും എല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതുപോലെ വറുത്തെടുത്ത് കഴിഞ്ഞാൽ വൈകുന്നേരത്തെ ഒരു സ്നാക്സായിട്ട് നമുക്ക് ചായ കുടിക്കാനൊക്കെ എടുക്കുന്ന സമയത്ത് ഒരു സ്നാക്സായിട്ട് തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. ചക്കയുടെ ഒന്നും കളയാനില്ല എന്നുള്ളതാണ് സത്യം. ചക്ക വിഭവങ്ങൾ ശരിക്കും അതുപോലെ തന്നെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ആവശ്യം പോലെ ഈ ചക്കയിൽ നിന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. നല്ലൊരു വരുമാന മാർഗവും ആക്കാം അങ്ങനെ അതിനുള്ള പ്ലാനിങ് ഉണ്ടെങ്കിൽ. ഇതൊരു ഉരുളിയാണ് വെച്ചിട്ടുള്ളത്. അത്
തീ കത്തിച്ചു. ചട്ടി ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ആണ് ഞങ്ങൾ വറുക്കാനെടുക്കുന്ന വെളിച്ചെണ്ണയാണ്. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് നല്ല തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മുടെ ചക്ക അരിഞ്ഞ് വെച്ചിരിക്കുന്ന നുറുക്കി വെച്ചിരിക്കുന്ന ചക്ക ഇതിനകത്തിട്ട് വറുത്തെടുക്കാവുന്നതാണ്. ഇതിപ്പോൾ എണ്ണ തിളച്ച് തുടങ്ങി. അതിനകത്ത് ഒരെണ്ണം ഇട്ട് നോക്കിയതാണ്. നല്ല തിളച്ച് തുടങ്ങി. ഇനി അതിലേക്ക് ബാക്കിയുള്ള വറുക്കാനുള്ള ചക്ക ഇടാം. കുറേശ്ശെ ഇട്ടാൽ മതി, നമുക്ക് ആവശ്യത്തിന് അതിനകത്ത് നിന്ന് വേകാൻ കണക്കുള്ളത്. ഓവർ സ്പീഡിന് ഇളക്കരുത്, അത് പൊടിഞ്ഞു പോയാൽ. ഇത് ഞങ്ങൾ വറുക്കുന്നത് വരിക്കച്ചക്കയാണ്, കുഴയല്ല. ഒരു പ്രാവശ്യം ഞങ്ങൾ ചെയ്തിട്ട് നല്ല ടേസ്റ്റായിരുന്നു. ഇളക്കി കൊടുത്ത് കുറച്ച് ഒരു രണ്ട് മിനിറ്റ് വരെ ഇതൊന്ന് വെന്ത് വരുമ്പോഴേക്കും അതിനകത്തേക്ക് ഉപ്പ് വെള്ളം, നമ്മൾ കലക്കി വെച്ചിട്ടുള്ള ഉപ്പ് വെള്ളം അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് ആവശ്യത്തിന്. ആവശ്യത്തിന് മതി ഉപ്പ് വെള്ളം. ഇത് ഒഴിച്ച് നമ്മൾ വെച്ച് കഴിയുമ്പോൾ ഒരു ഏകദേശം ഒരു 10 മിനിറ്റ് കൂടുതലെടുക്കും വെന്ത് വരാൻ. ഇത് വറുത്ത് കോരുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല ഒരു ചക്ക ചിപ്സ് നമുക്ക് കിട്ടുക. എന്തായാലും ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകൾ ഞങ്ങൾ ഇതിൽ ഇടുന്നതായിരിക്കും. ഏകദേശം കോരിയെടുക്കാനുള്ള പാകമായിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ ഒരു ചെറിയൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റുകയാണ്, എണ്ണ വാർന്നു പോരാൻ. ഇനിയും നല്ല നല്ല വീഡിയോകൾ നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ എത്തിക്കുന്നതായിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ ഇടുക. ഇനി നല്ല നല്ല വീഡിയോയുമായി ഇനിയും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.